everyone. Welcome to Bosco Campus Vision. I am Lakshmi V.S., Assistant Professor, Department of Commerce, Don Bosco College, Kottayam. This is the 59th lecture on Recovery and Refund of Income Tax, which is a subject for Semester 3 students of BCom Tax Procedures and Practices. In previous lecture, we were discussing about advance payment of tax, and in this lecture, we are going to continue with the same topic, that is advance payment of tax. Advance payment of tax payment of advance tax by the assessee of his own account or in pursuance of order of assessing officer, which comes under section 210 of Income Tax Act. ഈ ഹെഡ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നൗ നമുക്കതിൻ്റെ ബാലൻസ് പോർഷൻ നോക്കാം. ഈ ഹെഡിൽ 3 പോർഷൻസ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് വൺ, അഡ്വാൻസ് ടാക്സിൻ്റെ പേയ്മെൻറ്റ് നടത്താൻ റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ ഓഫ് ഹിസ് ഓൺ അക്കൗണ്ട് അഡ്വാൻസ് ടാക്സിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്ന കേസ്. സെക്കൻഡ് പ്രൊവിഷനായിട്ട് ഈ അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് ഇൻസ്റ്റാൾമെൻറ്റ്സിലോ പേ ചെയ്യുമ്പോൾ ഉള്ള പ്രൊവിഷൻസ്. തേർഡ് വണ്ണായിട്ട് ഓൾറെഡി അസസ് ചെയ്ത പേഴ്സൺ അസസിങ് ഓഫീസറിൻ്റെ ഒപ്പീനിയനിൽ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആകുന്ന കേസും. സെക്ഷൻ 209 പ്രകാരം കമ്പ്യൂട്ട് ചെയ്യുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ പേയ്മെൻറ്റിന് വേണ്ടി അസസിങ് ഓഫീസർ ഈ പേഴ്സണിന് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്ന കേസും. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ദ ഫോർത്ത് പ്രൊവിഷൻ ഈസ്, ഇഫ് ആഫ്റ്റർ ദ മേക്കിംഗ് ഓഫ് എനി ഓർഡർ ബൈ ദി അസസിങ് ഓഫീസർ അണ്ടർ 3 ആൻഡ് അറ്റ് എനി ടൈം ബിഫോർ 1st March, a return is furnished by the assessee for any later year or any assessment of the assessee is made at a higher figure in respect of a previous year later than that referred to in 3, the assessing officer may make an amended order accordingly. നമ്മൾ തേർഡ് പ്രൊവിഷൻ പറഞ്ഞല്ലോ. തേർഡ് പ്രൊവിഷൻ പ്രകാരം ഓൾറെഡി അസസ് ചെയ്ത ഒരു പേഴ്സൺ അസസിങ് ഓഫീസറിൻ്റെ ഒപ്പീനിയനിൽ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യാൻ ലയബിൾ ആണ് എങ്കിൽ ഈ അസസിങ് ഓഫീസർ ഈ പേഴ്സണിന് സെക്ഷൻ 209 പ്രകാരം കമ്പ്യൂട്ട് ചെയ്യുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് പേ ചെയ്യുന്നതിനായി ലാസ്റ്റ് ഡേ ഓഫ് ഫെബ്രുവരി വരെയുള്ള ഫിനാൻഷ്യൽ ഇയറിലെ ഏതെങ്കിലും ഒരു ടൈം പീരീഡിൽ ഒരു നോട്ടീസ് ഓഫ് ഡിമാൻഡ് ഇഷ്യൂ ചെയ്യും. ആൻഡ് ഈ നോട്ടീസ് ഓഫ് ഡിമാൻഡിൽ ഈ ടാക്സിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ട ഇൻസ്റ്റാൾമെൻറ്റ്സോ സ്പെസിഫൈ ചെയ്തിരിക്കും. ആൻഡ് ഫോർത്ത് പ്രൊവിഷൻ പറയുന്നത്, ഈ തേർഡ് പ്രൊവിഷൻ പ്രകാരമുള്ള ഓർഡർ അസസിങ് ഓഫീസർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും 1st മാർച്ചിന് മുൻപായിട്ടുള്ള ഏതൊരു ടൈമിലും അസസി ഒരു റിട്ടേൺ ഫേണിഷ് ചെയ്യണം. ആൻഡ് ഈ റിട്ടേൺ ഫേണിഷ് ചെയ്യുന്നത് ഈ പ്രീവിയസ് ഇയർ കഴിഞ്ഞുള്ള ഒരു ലേറ്റർ ഇയറിലേക്കാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ലേറ്റർ പ്രീവിയസ് ഇയറിൽ പ്രൊവിഷൻ 3 സ്പെസിഫൈ ചെയ്തിരിക്കുന്ന എമൗണ്ടിനേക്കാളും ഹയർ ആയിട്ടുള്ള ഒരു ഫിഗറിന് ഈ അസസിയുടെ അസസ്മെൻറ്റ് നടത്താനോ വേണ്ടിയാണെങ്കിൽ ഈ പറഞ്ഞ 2 കേസിൽ ഏതാണോ അതനുസരിച്ച് അസസിങ് ഓഫീസർ ഒരു അമെൻഡഡ് ഓർഡർ ഇഷ്യൂ ചെയ്യും. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ്, എ പേഴ്സൺ ഹു ഈസ് സെർവ്ഡ് വിത്ത് ആൻ ഓർഡർ ഓഫ് ദി അസസിങ് ഓഫീസർ അണ്ടർ 3 or 4 മേ, if in his estimation the advance tax payable on his current income would be less than the amount of the advance tax specified in the order, send an intimation to the assessing officer to that effect and pay such tax accords with his estimate. അതായത് നമ്മൾ പറഞ്ഞ പ്രൊവിഷൻ 3 പ്രകാരം അസസിങ് ഓഫീസർ സെർവ് ചെയ്യുന്ന ഓർഡർ, അല്ലെങ്കിൽ പ്രൊവിഷൻ 4 പ്രകാരം അസസിങ് ഓഫീസർ സെർവ് ചെയ്യുന്ന അമെൻഡഡ് ഓർഡർ, ഈ ഓർഡറിൽ ഏതെങ്കിലും റിസീവ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആൻഡ് ഈ പേഴ്സണിൻ്റെ എസ്റ്റിമേഷൻ പ്രകാരം തൻ്റെ കറണ്ട് ഇൻകത്തിൽ പേബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് അസസിങ് ഓഫീസർ സെർവ് ചെയ്ത ഓർഡറിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ടിനേക്കാളും കുറവാണ് എങ്കിൽ ഈ പേഴ്സൺ അസസിങ് ഓഫീസറിന് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു ഇൻറ്റിമേഷൻ അയക്കും. ആൻഡ് ഈ പേഴ്സൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരം എത്ര എമൗണ്ട് ഓഫ് അഡ്വാൻസ് ടാക്സ് ആണോ പേബിൾ ആകുന്നത് ഈ പേഴ്സൻ്റെ കറണ്ട് ഇൻകത്തിൽ, ആ എമൗണ്ട് ഓഫ് അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുകയും ചെയ്യും. ക്ലിയർ? ആൻഡ് ദ സിക്സ്ത് വൺ ഈസ്, എ പേഴ്സൺ ഹു ഈസ് സെർവ്ഡ് വിത്ത് ആൻ ഓർഡർ ഓഫ് ദി അസസിങ് ഓഫീസർ അണ്ടർ 3 or 4 ഷാൾ, ഇഫ് ഇൻ ഹിസ് എസ്റ്റിമേഷൻ ദ അഡ്വാൻസ് ടാക്സ് പേബിൾ ഓൺ ഹിസ് കറണ്ട് ഇൻകം വുഡ് എക്സീഡ് ദ എമൗണ്ട് ഓഫ് advance tax as intimated by him under 5 above,
pay on or before the due date of the last installment the whole of such higher amount of advance tax as accounts with his estimate. സിക്സ്ത് പ്രൊവിഷനിൽ പറയുന്നത് തേർഡ് പ്രൊവിഷൻ പ്രകാരമുള്ള അസസിംഗ് ഓഫീസറിൻ്റെ ഓർഡറോ അല്ലെങ്കിൽ ഫോർത്ത് പ്രൊവിഷൻ പ്രകാരമുള്ള അസസിംഗ് ഓഫീസറിൻ്റെ അമെൻഡഡ് ഓർഡറോ റിസീവ് ചെയ്യുന്ന ഒരു പേഴ്സൺ ഈ പേഴ്സണിൻ്റെ എസ്റ്റിമേഷൻ പ്രകാരം കറണ്ട് ഇൻകത്തിൽ പേബിൾ ആകുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നേരത്തെ ഫിഫ്ത്ത് പ്രൊവിഷനിൽ പറഞ്ഞത് പ്രകാരം അസസിംഗ് ഓഫീസർ ഓർഡർ വഴിയോ അമെൻഡഡ് ഓർഡർ വഴിയോ ഇൻറ്റിമേറ്റ് ചെയ്യുന്ന അഡ്വാൻസ് ടാക്സിൻ്റെ എമൗണ്ടിനെക്കാട്ടിലും കൂടുതലാണ് എങ്കിൽ ഈ പേഴ്സൺ തൻ്റെ എസ്റ്റിമേറ്റ് പ്രകാരം അസസിംഗ് ഓഫീസർ ഇൻറ്റിമേറ്റ് ചെയ്തതിനേക്കാളും എത്ര ഹയർ എമൗണ്ട് ആണോ അഡ്വാൻസ് ടാക്സ് പേബിൾ ഉള്ളത് ആ ഫുൾ ഹയർ എമൗണ്ടും ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റിൻ്റെ അന്നോ അല്ലെങ്കിൽ ഈ ഡ്യൂ ഡേറ്റിന് മുൻപായിട്ടോ പേ ചെയ്യും. ക്ലിയർ? The balance under advance payment of tax will continue in the next lectures. Thank you.